യുവവാണി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രകൃതിയോടൊപ്പം ഇണങ്ങിക്കഴിയുന്ന, അതല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. നമസ്കാരം, പേര് പറയൂ. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ വരുന്നത് കൊല്ലത്തുനിന്നാണ്. പഠിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ PG ഇപ്പോൾ ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. പ്രകൃതിയും ചെറുപ്പക്കാരുമാണ് ഈ ഒരു സംഘടനയുടെ ഒരു പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പറ്റിയും ദി ലീഫ് എന്ന സംഘടനയുടെ ഒരു തുടക്കത്തെ പറ്റിയും എല്ലാം ഒന്ന് പറയാമോ? 2023 ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ലീഫ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ചെറിയ രീതിയിൽ തുടങ്ങുന്നത്. ഞാൻ ആ സമയത്ത് ട്രാവൽ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുമായിരുന്നു, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, കേരളത്തിൽ എക്സ്പെഷ്യലി. പക്ഷേ അതിൻ്റെ ബ്യൂട്ടി ഫുള്ള് കുറയ്ക്കുന്ന രീതിയിൽ ചപ്പും ചവറും നമ്മൾ ചുറ്റും കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ തന്നെ പോയി അത് ക്ലിയർ ചെയ്താലും. പക്ഷേ ചില സമയത്ത് നമുക്ക് തന്നെ പറ്റുന്ന അത്ര ആയിരിക്കില്ല, ഇതിൽ കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉള്ളവരോട് പറഞ്ഞു, നമുക്ക് കുറച്ച് പേർക്ക് ഒരു ടീം ഉണ്ടാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്താൽ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും നടക്കില്ല, ഇപ്പോഴത്തെ യൂത്തൊന്നും അതിന് വേണ്ടി പരിശ്രമിക്കില്ല, അവർക്ക് അതിനുള്ള സമയമില്ല, പൈസ പോകുന്ന പരിപാടി അല്ലെ സമയം പോകുന്ന പരിപാടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു. അവർ ത്രൂ ഷെയർ ചെയ്ത് കുറച്ച് പേര് പിന്നെയും എനിക്ക് അറിഞ്ഞൂടാത്ത സ്ട്രേഞ്ചേഴ്സ് വന്നു. എന്നിട്ട് പിന്നെ ഞാൻ അന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ സ്റ്റോറി ഇടുമായിരുന്നു, മിസ്റ്റർ ട്രോൾ എന്നാണ് പേര്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ജെന്യൂൻലി പറഞ്ഞു ഇങ്ങനെ ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പുള്ളി അത് അങ്ങനെ എടുത്ത് സ്റ്റോറി ഇട്ടു. അപ്പം പുള്ളിയുടെ ഫോളോവേഴ്സ് കുറേ പേര് വന്നു. അപ്പോൾ കുറേ പേര് വന്ന് റഷായി. അപ്പം ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരിടത്ത് ചെയ്യാം, എന്തെങ്കിലും നിങ്ങളുടെ സ്ഥലത്തുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് കൊച്ചിയിലുള്ള ഒരാൾ, ആലുവയിലുള്ള ഒരാൾ പറഞ്ഞു, ആലുവയിൽ ഈ പ്രേമം ഫിലിം ഷൂട്ട് ചെയ്ത് ആ പാട്ട് ഷൂട്ട് ചെയ്തെടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ആ അക്വാഡേറ്റിൻ്റെ അടിയിൽ വേസ്റ്റ് ഉണ്ട്, നല്ലൊരു കൂനയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഫോട്ടോ പുള്ളി കാണിച്ച ഫോട്ടോ ചെറുതാണ്, അപ്പോൾ ഫോട്ടോയിൽ ഓക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം, ഒരു 10-15 ആൾക്കാർ വന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമോ എന്ന്. അപ്പോൾ എൻ്റെ മൈൻഡിലും 10 പേര് വരും, ഈ ഇതൊക്കെ ആയിട്ട് 10 പേര് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഒരു 10-20 പേര് വന്നു. പക്ഷേ ഞങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്തത് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നുവെച്ചാൽ ഞാൻ കൊല്ലത്തുനിന്ന് ബാക്കി മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, പിന്നെ അവിടെയുള്ള കൊച്ചിയിലുള്ള കുറച്ച് പേര് ഇങ്ങനെ കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അറിയില്ല അങ്ങോട്ടും. അപ്പോൾ അവിടെ പക്ഷേ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ബിൽഡായി. ഞങ്ങൾ അവിടുന്ന് തന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഇത് മേടിക്കാനൊന്നും, നമ്മൾ അവിടെ നിന്നുള്ള വീട്ടിൽ നിന്ന് തന്നെ എക്യുപ്മെൻറ്റ്സ് മേടിച്ചു, കറക്റ്റ് ലിസ്റ്റ് ചെയ്ത് എക്യുപ്മെൻറ്റ്സ് മേടിച്ചു. അവിടെ അന്ന് ക്ലിയർ ചെയ്തു. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നില്ല. ഒരു 10-16 വർഷമായിട്ടുള്ള വേസ്റ്റ്, പല ടൈപ്പിലുള്ള വേസ്റ്റ് നല്ല കുന്നുപോലെ കിടക്കുന്നത്, അത് ക്ലിയർ ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഒന്ന് നോക്കി. മെയിൻലി അവിടെ വരുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ആ ഗ്യാപ്പിലിരുന്ന് കഞ്ചാവ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാനൊക്കെയാണ് വരുന്നത്. അപ്പം അതാണെന്ന് വെച്ചാൽ അവരുള്ളവർ വന്നിട്ട് ബഹളം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പം അവർക്ക് തന്നെ ഒരു അത്ഭുതമായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്താ വേണ്ട. അപ്പോൾ അവർ ഗ്ലൗസൊക്കെ കൊണ്ടുവന്നു, ബാഗൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങളെ ബാഗൊക്കെ തീർന്നു, ഞങ്ങൾ ഇട്ട പൈസയ്ക്കുള്ള ബാഗ്, പോക്കറ്റ് മണിക്ക് ഇട്ട പൈസയ്ക്കുള്ള സാധനമൊക്കെ തീർന്നു, അവർ തന്നെ മേടിച്ചു. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മളിത് എന്തായാലും ക്ലിയർ ചെയ്തേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വട്ടവും നമുക്ക് അടുത്ത ആഴ്ച ഇവിടെ തന്നെ വരാം, അടുത്ത വീക്കെൻഡിൽ വരാം. അപ്പം ഞാൻ ഈ വീഡിയോ സഹിതവും ഉള്ള ഫോട്ടോസും എല്ലാം കൂടെ പിന്നെയും സ്റ്റോറി ഇട്ടു, പിന്നെയും വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഇറ്റ്സ് ഹാപ്പനിങ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ, അപ്പോൾ അടുത്ത വട്ടം ഒരു 50 പേര് വന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ അത് ഫുള്ള് ഞങ്ങൾ ക്ലിയർ ചെയ്തു, അവിടുത്തെ വേസ്റ്റ് ഫുള്ള് ക്ലിയർ ചെയ്തു. പറ്റുന്ന അത്രയും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ വെച്ച് സെഗ്രിഗേറ്റ് ചെയ്തു. ഫുൾ അഴുക്കാന്ന് വെച്ചാൽ കോഴി വേസ്റ്റ് ഒരു 5 കൊല്ലം എന്നുള്ള കോഴി വേസ്റ്റ് പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഡീക്കേ ചെയ്യാത്ത അവസ്ഥ ഭയങ്കരമായിരിക്കും. അത് തുറക്കുമ്പോൾ വാട, അത് പിന്നെ മുടി, പ്ലാസ്റ്റിക്, നമ്മൾ കാണാത്ത തരം പലതരം വേസ്റ്റുകളുണ്ട്. അതെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് കുറച്ച് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു, പ്ലാസ്റ്റിക് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് ബാക്കിലാക്കി. പിന്നെ കുറച്ച് ബയോ വേസ്റ്റ് അവിടെ നല്ല കുഴിയെടുത്തു, ഞങ്ങൾ തന്നെ കുഴിയെടുത്തു. അവിടുത്തെ ചേട്ടന്മാരും കുറിച്ച് സപ്പോർട്ട് ചെയ്ത് ഒരു വലിയ കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടി. അപ്പം എനിക്ക് മനസ്സിലായി യൂത്ത് അന്ന് അവർ പറഞ്ഞോട്ടല്ല, യൂത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, അവർക്കൊരു വഴിയില്ല, ഇത് ചെയ്യാൻ ഒരു വഴി തന്നെ പോയി ഒരാളിപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ പോയി ചെയ്യാൻ, ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫ് വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ അവർക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അവർക്കൊരു ആൾക്കാർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, അവർക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഓക്കെ ഇത് തുടങ്ങുകയാണ് ഞാൻ
അങ്ങനെ തുടങ്ങിയ ഒരു ലൈക്ക് കമ്മ്യൂണിറ്റി ആയിട്ടായിരുന്നു തുടക്കം, പിന്നെ NGO-ലേക്കുള്ള പടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദി ലീഫ് എന്നാണ് പേര് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വളരെ എന്താ പറയുക, മനസ്സിൽ നമുക്ക് പ്രകൃതിയെ കാണാൻ പറ്റുന്ന ഒരു പേരാണ്. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്? പേരിലേക്ക് എത്തിയ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഞാനിപ്പം ഇല്ലെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഒരു ഇക്വാളിറ്റി വേണം. എന്ത് ചൂസ് ചെയ്താലും എന്തൊരു ഡിസിഷൻ അതിനകത്ത് എടുത്താലും എല്ലാവരും അറിയിച്ച് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, ഇതിനിപ്പോൾ പേരില്ല. ഞാൻ അപ്പോൾ ഇട്ട പേര് ലെറ്റ്സ് ഡൂ ദിസ് എന്നാണ്. നമുക്കിത് ചെയ്യാം, ഇപ്പോൾ ഒരുമിച്ച് ചെയ്യാം എന്നുള്ള പേരിലാണ്. നിങ്ങൾക്ക് പേരിടാം, എന്ത് പേരിടുന്നോ അതായിരിക്കും ഇതിൻ്റെ പേര്, നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം. അപ്പോൾ അവർ കുറേ ചൂസ് ചെയ്തു. ലാസ്റ്റ് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടൊരു പേരാണ് ദ ലീഫ്. ലീഫ് കൊള്ളാം അല്ലേ, അതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ കൊടുത്തു, ലീഫ് എന്നിട്ടു. എല്ലാവരും കൂടി ചൂസ് ചെയ്ത, എല്ലാവരും ഒരുമിച്ച് ചൂസ് ചെയ്ത ഒരു പേരാണ് ലീഫ് എന്ന്. ഒരു ഇല എന്നുള്ളതിനപ്പുറം ഇതിന് എക്സ്പാൻഷൻ ഉണ്ടോ? എന്ന എക്സ്പാൻഷൻ ഉണ്ട്. ലീഡിങ് എൻവയോൺമെൻറ്റൽ അവയർനെസ് ഫോഴ്സ് എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ഉണ്ട്. അത് ശരി, ഗ്രേറ്റ്. എന്താ പറയുക, കേൾക്കുമ്പോൾ തന്നെ മനോഹരമായ പേര്. എക്സ്പാൻഷൻ കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമ്മളിലേക്ക് അടുക്കുന്ന ഒരു പേരാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞു ഫസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു NGO-ലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്, എങ്ങനെയാണ് ദി ലീഫിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്? താങ്കൾ ഒരാളുടെ മനസ്സിലെ ഒരു യാത്രയിൽ നിന്നുണ്ടായ ചിന്ത എവിടെ വരെ എത്തി ഇപ്പോൾ? ഇപ്പം ഫസ്റ്റ് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഡയറക്റ്റ് ഇത് പറയില്ല. ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരോട് പോലും ഞാൻ പറയില്ല, നീ നാളെ പരിപാടിക്ക് വരണം, എൻ്റെ ക്ലീനിങ് ക്യാമ്പയിൻ ഉണ്ട്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പറയും, അല്ലാതെ ഒരാളോട് പറയില്ല. അങ്ങനെ കൂടെ വന്ന കുറച്ച് പേരാണ് എനിക്കിപ്പോഴും സപ്പോർട്ടുള്ളത്. അപ്പം ഒറ്റയ്ക്ക് എനിക്ക് നോളജിൽ ഭയങ്കര കുറവുണ്ടായിരുന്നു, കുറേ ആസ്പെക്റ്റിൽ. എന്ന് വെച്ചാൽ ടെക്നിക്കൽ നോളജ് കുറവാണ്, മോണിറ്ററി നോളജ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ തേടുന്നുണ്ടായിരുന്നു. ക്ലീനിങ് ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ വരുമ്പം ഞാൻ ചിലപ്പോൾ ചോദിക്കും, അവർക്ക് ഈ ഇൻട്രസ്റ്റ് മെയിനായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ഇത് പറയും, ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കൂടെ നിന്നവരാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ലീഫിൽ നിൽക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു സ്കില്ലിനെക്കാട്ടി ഉപരി ഞാൻ നോക്കുന്നത് ഇതിനോടുള്ള ഡെഡിക്കേഷനും എഫേർട്ട്ലെസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു മൈൻഡുള്ളവരെ ഞാൻ എപ്പോഴും കൂടെ. അങ്ങനെ ഫസ്റ്റ് വന്നതാണ് ആൽഫിൻ, എൻ്റെ കൂടെ പഠിച്ച് ക്രൈസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിരുന്നു. ഇവനെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ചെയ്താലോ, ഇത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ചെയ്യാം, നീ ചെയ്യുന്നൊരു ഇച്ചിരി കൂടെ ലോ ഗ്രേഡിലാണ്, നമുക്ക് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ ആക്കിയാലോ എന്ന് പറഞ്ഞു. ആൽഫിൻ വന്നു. അത് കഴിഞ്ഞ് മലപ്പുറത്തുനിന്ന് പരിചയപ്പെട്ടൊരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറാണ് അജാസ് എന്ന് പറഞ്ഞൊരു. അജാസിനെ പരിചയപ്പെടുന്നത്, അജാസ് എപ്പോൾ പരിപാടി ഇട്ടാലും ഞാൻ വരും, ട്രിവാൻഡ്രം ഉണ്ടോ ഞാൻ വരും, കൊച്ചി ഉണ്ടോ ഞാൻ വരും. അങ്ങനെ എവിടെ നിന്നാലും അവൻ പറഞ്ഞത്, ഈവൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് അവൻ വരും. അപ്പം ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ പലവട്ടവും ഇത് സ്റ്റോപ്പ് ചെയ്യാം, എനിക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, വീട്ടിൽ നിന്നാലും എന്താ നീ ചെയ്യുന്നത്, ചുമ്മാ വേസ്റ്റ് പറക്കാൻ പോകുന്നത്, കൂട്ടുകാർ നോക്കുമ്പോഴും വേസ്റ്റ് പറക്കാൻ. എനിക്ക് പലവട്ടം തോന്നിട്ട് ഇത് നിർത്താം, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അപ്പോഴും ഇവരുടെയൊക്കെ ഒരു എഫേർട്ട്, അല്ലെ ഇവർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് എന്നെ പിന്നെയും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അജാസ് എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കും. അപ്പം അജാസ് വന്നു, എൻ്റെ ടീമിൽ അജാസ് ഉണ്ട്, പക്ഷേ അൺഒഫീഷ്യലായിട്ടാണ് ഇവരെല്ലാം കൂടെ നിൽക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വർക്ക് പറഞ്ഞാൽ അത് ചെയ്യും. അപ്പോൾ പിന്നെ ഇത് മാർക്കറ്റ് ഒരാൾ വേണം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഞാൻ എന്ത് പരിപാടി ചെയ്താലും കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഡിഗ്രി ടൈമിലുണ്ടായിരുന്ന ഫ്രണ്ടാണ് മൂസി. അപ്പോൾ അവൻ വന്നു, മാർക്കറ്റിംഗ് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പം ഫുൾ ഒഫീഷ്യലി കൊടുത്തിട്ടില്ല. പിന്നെ മോണിറ്ററി കാര്യം നോക്കാൻ വേണ്ടി ആൽഫിൻ്റെ ഫ്രണ്ട് വന്നു. പിന്നെ ടെക്നിക്കൽ നോക്കാൻ ആൽഫിൻ്റെ വേറൊരു ഫ്രണ്ട് വന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാനിങ്ങനെ വന്ന സമയത്ത്, ബ്രോ കൊച്ചിയിലുണ്ടോ, ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഷറഫ് എന്ന് പറഞ്ഞ ഒരാൾ തിരുച്ചിന്ന് വന്നു ലീഫിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഷറഫിന് ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ കുറച്ച് പേര് ഗ്രൂപ്പായി തുടങ്ങി. പിന്നെയാണ് ഞങ്ങൾ നമുക്കിത് NGO ആക്കി മാറ്റാമെന്നാക്കിയപ്പം എല്ലാവർക്കും ഓരോ ടേംസ് കൊടുത്തു. നമ്മൾ തന്നെ ടേംസ് കൊടുത്തു, ഓരോ ഒഫീഷ്യൽ പേര് കൊടുത്തു. CEO ആയിട്ട് ഞാൻ എടുത്തു, CMO ആയിട്ട് മൂസിനെടുത്തു, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാൻ. CFO ആയിട്ട് ഫിനാൻഷ്യൽ നോക്കാൻ ജോസഫ് എടുത്തു. പിന്നെ ഡയറക്ടറായിട്ട് ആൽഫിൻ വന്നു. പിന്നെ ബാക്കി CEO അജാസിനെ CEO ആക്കി, ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ. പിന്നെ CPO പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് എല്ലാം ചെയ്യാൻ ഷറഫിനെ. അങ്ങനെ ഓരോ തസ്തിക ആക്കിയപ്പം റണ്ണിങ് സ്മൂത്തായി. ഇപ്പം എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് രീതി വരുവാണെങ്കിൽ മൂസിൻ അതൊന്നും ചെയ്തേക്കണത് മൂസിൻ ചെയ്ത് തീർക്കും. ഇത്ര ടൈമുണ്ട്, ഒരു വെനസ്ഡേ ആ ഡേ എങ്കിൽ വെനസ്ഡേ ആണ് ഞങ്ങളുടെ വർക്കിംഗ് ഡേ. വെനസ്ഡേ ഞങ്ങളെല്ലാം വൈകിട്ട് ഫ്രീ ആയിട്ട്, വെനസ്ഡേ ഒരു 8:30 to 9:30, അല്ലെങ്കിൽ ഞങ്ങൾ നൈറ്റ് ഇരിക്കുന്നവരാണ്. അപ്പോൾ നൈറ്റ് ഇരുന്ന് ആ വർക്കെല്ലാം തീർത്ത് ആ വെനസ്ഡേയോടെ കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വർക്കുണ്ടെങ്കിൽ സാറ്റർഡേ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു ഗ്രൂപ്പ് ത്രൂ ഞങ്ങൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യും. പിന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഗൂഗിൾ മീറ്റ് കൂടാറുണ്ട്. ഗൂഗിൾ മീറ്റിൽ ഇത് കാര്യങ്ങൾ, ഈ വട്ടത്തെ പ്ലാനെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ട് ഇതെങ്ങനെ ചെയ്യണം, ആരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യണം. പിന്നെ മെയിൽ ത്രൂ എപ്പോഴും മെയിൽ അയച്ചുകൊണ്ടിരിക്കും ഓരോ കമ്പനിക്ക്, ഇങ്ങനെ CSR ഫണ്ട് കിട്ടാനും പിന്നെ ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. അവർ എവിടെയെങ്കിലും ഒരു ഇൻട്രസ്റ്റ് എവിടെയെങ്കിലും ഹൈക്കായി വന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ കയറി പിടിക്കും.
നമുക്ക് അവിടെ ചെയ്യാം. അങ്ങനെയാണ് ഇപ്പം റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു, മീറ്റിങ്സ് കൂടുന്നു, എന്താ പറയുക, ഓഫ്ലൈൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തണമെങ്കിൽ ഒരു മേൽനോട്ടം വേണം. അതായത് നമ്മൾ മീറ്റിംഗ് കൂടി ഇത് ഓൺ ഗ്രൗണ്ട് പരിപാടിയാണ് നിങ്ങളുടെ മെയിൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സ്ട്രഗിൾസ്? ഇപ്പോൾ ആലുവയിലെ കാര്യം പറഞ്ഞു, അതല്ലാണ്ട് നിങ്ങളിങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആളുകളുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ തന്നെയോ വീട്ടുകാരുടെ സൈഡിൽ നിന്നോ എന്താണ് സ്ഥിരം പ്രശ്നം? സ്ഥിരം പ്രശ്നം എപ്പോഴും ഫണ്ടായിരിക്കും. എല്ലായിടത്തും പോകുമ്പോഴും ഫണ്ട് ഒരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ നമ്മളെ കണ്ട് വരുന്ന ഇപ്പം പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ പരിപാടി നടത്തുന്നുണ്ട്. പോണ്ടിച്ചേരിയിൽ പരിപാടിയിൽ ഞങ്ങൾ മൊബിലൈസ് ചെയ്ത 100 വോളണ്ടിയേഴ്സ് 150 വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്ത ബീച്ച് ക്ലീൻ ചെയ്തത്. അപ്പോൾ അവർ വരുമ്പം എല്ലാവർക്കും ക്ലീനിങ് ക്യാമ്പിൽ നിന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ചിലർ ഫ്രണ്ട് വിളിച്ചപ്പോൾ കൂടെ വന്നതാണ്. അപ്പോൾ അവരെ പിടിച്ച് നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കണം, ഒന്നെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും കൊടുക്കണം. അപ്പം ഞങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസ്. ഇതിനകത്ത് സ്റ്റുഡൻ്റ് അല്ലാതെ ഉള്ള ഒരാൾ പ്രതീക് എന്ന് പറഞ്ഞ പോണ്ടിച്ചേരിയിലുള്ള ഒരാളാണ്. അയാൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ പുള്ളിക്കും വലിയൊരു പൈസനകത്ത് ഇറക്കാനില്ല. അപ്പം മോണിറ്ററി ബെനിഫിറ്റ് ഫണ്ടാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പൊന്നാനിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. ക്ലീനിങ് നടന്ന് നമ്മളിങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ടൈമിലാണ് ഒരാൾ വന്ന് വേസ്റ്റ് അവിടെ തട്ടുന്നത്. അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന്. അവർ എൻ്റെ ഒരു അവകാശമാണ് അവിടെ വേസ്റ്റ് തട്ടുക എന്നുള്ളത്. അവരവിടെ തട്ടും. നമുക്കവിടെ ഒന്നും പറയാനില്ല, കാരണം അവരുടെ സ്ഥലമാണ്, നമ്മൾ സ്ട്രേഞ്ചേഴ്സാണ്. അവിടെ വന്ന് തട്ടുക അത് ഒരു മെയിൻ ഇഷ്യൂ ആണ്. പിന്നെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ട് ചില സമയത്ത് കിട്ടാറില്ല. ചിലയിടത്ത് ചെന്നാൽ ചിലപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും. ഒരു സപ്പോർട്ടും കൂടി കിട്ടിയാൽ വളരെ ഗുണമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു യുവവാണി കേട്ടതിന് ശേഷം ഇനിയിപ്പോൾ ചെറുപ്പക്കാർക്ക് അതല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിങ്ങളിലേക്ക് എത്തേണ്ടത്? എങ്ങനെയാണ് നിങ്ങളൊരു സ്ക്രീനിങ് ഉണ്ടോ, അതോ പ്രകൃതിയോടുള്ളൊരു ഇഷ്ടം മാത്രമാണോ, അല്ലെങ്കിൽ പണിയെടുക്കാനുള്ളൊരു മനസ്സ് മാത്രമാണോ ഒരു അളവുകോൽ എന്ന് പറയുന്നത്? പ്രകൃതിയോടുള്ള ഇഷ്ടമായിരിക്കും ഏറ്റവും വലിയ ഇത്. പിന്നെ ഒരു ഡെഡിക്കേഷൻ, ഫുള്ള് ആദ്യത്തെ ഒരു ഇഷ്ടം പിന്നെ പോവല്ലേ, പിന്നെ ഫുൾ ടൈം നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ത്രൂ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ വേണമെങ്കിലും എടുക്കും വാട്സാപ്പ് മെസ്സേജ്. നമ്മളുടെ ഒരു ക്യാമ്പയിന് വന്ന് ഓക്കെ ആണെങ്കിൽ നമ്മുടെ മെമ്പർ ആവാം. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രൈറ്റീരിയ. ഇനി മാറുന്നതനുസരിച്ച് കുറച്ച് NGO രീതിയിലാവുമ്പോൾ കുറച്ച് മാറ്റം വരുമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ദിലീഫിൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലിൽ കണ്ട ഒരു റീലാണ് മനോജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ. അദ്ദേഹം വളരെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് പോയി ഒരു കൈൻഡ് ഓഫ് ക്യാമ്പ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയൊന്ന് പറയാമോ? അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തെ പ്രവർത്തനങ്ങളെ പറ്റിയും. നമ്മളിങ്ങനെ ഒരു ക്ലീനിങ് ക്യാമ്പയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് മനോജേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, പ്ലാൻസിൻ്റെ കുറച്ച് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ വോളണ്ടിയേഴ്സിനെ കൊണ്ടൊന്നും ചെയ്യാം. അപ്പം പുള്ളി പറഞ്ഞത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആരും ഫ്രീ ആയിട്ട് ഈ കാലത്തൊന്നും ആരും ചെയ്യില്ല, ഫ്രീ കൊണ്ട് പൈസയും കിട്ടാതെ ആരും ചെയ്യില്ലെന്ന്. പിന്നെയും പറഞ്ഞു ഫ്രീ ആണ്. പിന്നെ ഞാൻ മനോജേട്ടനെ വിളിച്ച് ചോദിക്കും, മനോജേട്ടാ പിന്നെ പൈസ വേണം, എത്ര പൈസ വേണ്ടതെന്ന്. മറ്റേ ഫ്രീയാ, നിങ്ങൾ വാ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും ഇതൊന്നും കൊടുത്തൂടെ? ഒരു ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നെങ്കിൽ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ മാത്രം എന്തുകൊണ്ട് എടുക്കണം, ബാക്കിയുള്ളവർക്കും കൂടി കിട്ടട്ടെ, ഇത് ഇഷ്ടപ്പെട്ട് വരുന്നവരെ കിട്ടട്ടെ. അപ്പം പിന്നൊരു കാര്യം, അതിനകത്ത് ബോർഡും ആണ് ഏറ്റവും വലിയ ഞാൻ കണ്ടെത്തിയ. അത് മാറ്റാനാണ് NGO ഞങ്ങൾ എപ്പോഴും നോക്കുന്നത്. ഒരു ക്ലീനിങ് ക്യാമ്പയിൻ നടത്തിയാലും ബോർഡും കളഞ്ഞ് അവിടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൊണ്ടുവന്ന് യൂത്തിനെ എൻഗേജ് ചെയ്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ആദ്യത്തെ ഒരു 2 ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മടുപ്പ് സ്വാഭാവികമാണ് അല്ലേ? സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ആ ക്ലീനിങ് ക്യാമ്പയിൻ തന്നെ കുറേ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക. ഒരു യൂഷ്വൽ ക്ലീനിങ് ക്യാമ്പയിൻ അല്ലാതെ വേറെ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആവും. നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തവർ വരട്ടെ, നല്ല രസം ഉണ്ടാവുള്ളൂ. അവിടെ കുറച്ച് ട്രഷർ ഹണ്ടും അവിടെ കൾച്ചറൽസും പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഞാൻ കോർഡിനേറ്ററായിട്ടുള്ള അജാസും ബാക്കി ഞങ്ങളുടെ ടീം ഇരുന്ന് പ്ലാൻ ചെയ്തു, നമുക്ക് ഗെയിം ചെയ്യാം, മനോജേട്ടൻ്റെ ക്ലാസ്സും പോട്ടെ, ഫുഡിൻ്റെ പൈസ അവരുടെ നിന്ന് മേടിക്കും, കാരണം വേറെ എവിടെ നിന്ന് ഫണ്ടില്ല. അങ്ങനെ പ്ലാനിങ്ങിലാണ് ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നടന്നത്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ ഫസ്റ്റ് വന്നൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് പറയണമെങ്കിൽ, നിയാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അവരടുത്തും വന്നിരുന്നു മലപ്പുറത്തുനിന്ന്. അത് ഫ്രണ്ട് വിളിച്ചപ്പോൾ കൂടെ വന്നേ. അപ്പോൾ നിയാസിനോട് ഞാൻ സജഷൻ ചോദിച്ചു, ഫസ്റ്റും സജഷൻ ചോദിക്കും, ലാസ്റ്റും സജഷൻ ചോദിക്കും. നിയാസ് എന്തുകൊണ്ട് വന്നു? ഫ്രണ്ട് വിളിച്ചപ്പോൾ കൂടെ വന്നു എന്നുള്ളൊരു മട്ടായിരുന്നു. പക്ഷേ നിയാസ് പോകാൻ നേരത്തെ എനിക്കൊരു ഹഗ്ഗൊക്കെ തന്ന് കൈ ലൈഫിൽ ഞാൻ മറക്കില്ല ഈ ക്യാമ്പ്. അതായിരുന്നു അവന് കിട്ടിയൊരു ഇതും. അവന് നോളജും കിട്ടി, അവന് എക്സ്പീരിയൻസും കിട്ടി, അവനൊരു മറക്കില്ല ലൈഫിൽ ക്യാമ്പ്. അതായിരുന്നു ലീഫിൻ്റെ ഒരു ക്യാമ്പ്.
ഇതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയും പല തരത്തിൽ ക്യാമ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. കാരണം ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ജോലി വീട് എന്നൊക്കെ മാറ്റത്തിനായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് കണ്ടൽ കാടുകളെ പറ്റിയിട്ടും കണ്ടൽ വിത്തുകൾ നടുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങൾ അന്നത്തെ ഒരു ക്യാമ്പിൽ പഠിച്ചത്? ഇപ്പം താങ്കൾ പ്രകൃതിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളാണ്. ആ ഒരു ക്യാമ്പിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ലീഫിന് കിട്ടിയിട്ടുള്ളത്? ലീഫിന് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേച്ചർ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേഗം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഗാർഡൻസ് അങ്ങ് ചെയ്യാം. ഗാർഡൻസ് ചെയ്യുമ്പോൾ ആ കാണാൻ രസം ഉണ്ടാവുമല്ലോ. കുറേ സൂര്യകാന്തി പൂ ഒറ്റ ലെയറിൽ വൺ ഫ്ലവർ മാത്രം ഇടാമെന്ന് വിചാരിക്കും. അവിടെ നിന്ന് പഠിച്ചൊരു കാര്യം, ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതവിടെ ബിൽഡാവില്ല. എന്നാൽ സൂര്യകാന്തി പൂ ഇട്ട് കഴിഞ്ഞാൽ സൂര്യകാന്തിയെ മാത്രം ആശ്രയിക്കുന്ന ജീവികൾ മാത്രമേ അവിടെ വരുള്ളൂ. ബാക്കിയുള്ള ജീവികളോടെ പോവും. പല ജീവികളും നിന്ന് പോകുന്ന കാരണം എന്ന് വെച്ചാൽ മോണോക്രോപ്പ് വരുമ്പോഴാണ്. ഒറ്റ മരങ്ങൾ മാത്രം, ഇഷ്ടമുള്ള മാത്രം, ചാമ്പയ്ക്കാണെങ്കിൽ ചാമ്പയ്ക്ക മാത്രം നടുക, അല്ലെങ്കിൽ മാങ്ങയെങ്കിൽ മാത്രം. എല്ലാം ഉണ്ടെങ്കിലേ ഒരു എക്കോസിസ്റ്റം ബിൽഡാവുള്ളൂ. മനോജേട്ടൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു കാടാണ്. മനോജേട്ടൻ മാങ്ങ മാത്രം ലെയറായിട്ട് നടുന്ന ഒരാളല്ല. മാങ്ങയുടെ അടുത്ത് ചാമ്പയ്ക്ക കാണും, തെങ്ങ് കാണും, അപ്പുറത്തും ഇപ്പുറത്തും പല മരങ്ങളായിരിക്കും, ചില പോച്ചകൾ തന്നെ കാണും പല തരങ്ങളിൽ. ഒരു കാട് ലിറ്ററലി അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മനോജേട്ടനകത്ത് പാമ്പ് കാണില്ലേ? പാമ്പ് കാണും, എക്കോസിസ്റ്റത്തിൽ പാമ്പില്ലേ. പക്ഷെ അവരാരും നമ്മളെ ശല്യം ചെയ്യില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുള്ളൂ. അപ്പം എനിക്ക് ഉണ്ടായിരുന്നൊരു കൺസെപ്റ്റായിരുന്നു, നമുക്കവിടെ ഗാർഡൻ ചെയ്യാം, ക്ലീൻ ചെയ്തിട്ട് ഗാർഡൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് ഗാർഡനെക്കാട്ടി അവിടെ ഒരു എക്കോസിസ്റ്റം, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി പല ജീവികൾക്കും, നമ്മൾ കാണാത്ത പല ജീവികളും അവിടെ വരും, പല പൂമ്പാറ്റകളും വരും. നമ്മൾ ഇപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡൻ ചെയ്യാൻ വേണ്ടി ഒറ്റ പൂ മാത്രം ഭംഗിയിൽ ചെയ്തിട്ട് കാര്യമില്ല. പല പൂകളും വെച്ചാലേ അവിടെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈ വരുള്ളൂ. ആ ഒരു നോളജ് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇങ്ങനെയാണില്ലേ സംഭവം എന്നുള്ളതും. പിന്നെ കണ്ടൽക്കാടിൻ്റെ കാര്യങ്ങളും, ഒരു കണ്ടൽ എത്രത്തോളം നമ്മുടെ ലാൻഡിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ഞാൻ വരുന്നത് കൊല്ലത്തുനിന്നാണ്. കൊല്ലത്ത് അത്യാവശ്യം കണ്ടലുണ്ട്. അപ്പം ഞാൻ വയ്ക്കുന്നത് ഈ 2 കണ്ടലേ ഉള്ളൂ. പക്ഷെ 10-18 ടൈപ്പ് ഓഫ് കണ്ടൽസ് ഉണ്ട് എന്നും, അത് പല രീതിയിൽ അതിൻ്റെ അടുത്ത റീപ്രൊഡക്ഷൻ നടക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണുമ്പോൾ തന്നെ. പിന്നെ അവിടെയുള്ള കുറേ ജീവിതങ്ങൾ കണ്ടു. എന്ന് വെച്ചാൽ ഈ വെള്ളം കാരണം ബുദ്ധിമുട്ടുന്ന കുറേ ഞങ്ങൾ ആ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മൾ ഒരു ദിവസം പോലും പോവില്ല. നമ്മൾ ഒരു ദിവസം പോയപ്പോൾ തന്നെ ഇനി കൈ കഴുകണം, കാല് കഴുകണം. ഡെയിലി 365 ദിവസവും ആ അമ്മ വീട്ടിൽ പോകുന്ന ഇതേ വഴിയാണ്. അമ്മയുടെ കാലിൽ ഫുള്ള് അഴുകി, ആ വെള്ളത്തിൽ കിടന്നിട്ട് അഴുകി. ആ വീട് അങ്ങനെയാണ്. വീട്ടിൽ മഴ പെയ്താൽ അപ്പം വീട്ടിൽ ഫുള്ള് വെള്ളം കയറും. ഇവർ കട്ടയിട്ട് അതിൻ്റെ മണ്ടയ്ക്കിരിക്കണം. ആ അവസ്ഥ ലിറ്ററലി നമ്മളാരും അനുഭവിച്ചിട്ട് പോലും ഇല്ല. അത് കാണുമ്പോൾ തന്നെ പറ്റുന്നില്ല. അതൊരു ബാക്കിയുള്ളവർക്ക്, കുട്ടികൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. നമുക്കും നമ്മളുടെ ചുറ്റിനും ഇങ്ങനെ ലൈഫൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ ഒറ്റ ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നതിനെ കാട്ടി ബാക്കിയുള്ളവരും കൂടെ ഒക്കെ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ, റിട്ടയർമെൻറ്റ് ലൈഫിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു എക്സ്പീരിയൻസ് ഓർത്തെടുക്കാൻ എന്തെങ്കിലും കാണുള്ളൂ. അല്ലാതെ നമ്മൾ ജീവിച്ചു അവിടെ പോയി ഇവിടെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ഇപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വേണ്ടി ചെയ്യണം എന്നത് ഒരു നല്ല മനോഭാവമാണ്. ഇതേ മനോഭാവം തന്നെയല്ലേ നമ്മൾ പ്രകൃതി ഇത്രയും ഒരു മോശം അവസ്ഥയിലാവാൻ കാരണം? ഇപ്പോൾ വേസ്റ്റ് കളയുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആളുകൾ വേസ്റ്റ് ഇടുന്ന അനുഭവം പറഞ്ഞു. എന്തുമാത്രമാണ് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നോക്കി കാണേണ്ട രീതി. പ്രത്യേകിച്ച് കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത്, കൊച്ചി വളരുന്നതിനൊപ്പം തന്നെ കൊച്ചിയുടെ വേസ്റ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? മനുഷ്യൻ്റെ മനസ്സ് എന്തുമാത്രം മാറണം എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു മനുഷ്യൻ്റെ മൈൻഡിനെ. എന്ന് വെച്ചാൽ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടാം എന്നുള്ള രീതിയിൽ. ചില ടൈമിൽ എനിക്കോ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടണമെന്നാണ് എൻ്റെ മൈൻഡ്. ഞാൻ ലീഫിലുള്ള എല്ലാവരുടെയും മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ ചില സമയത്ത് ആ സിറ്റുവേഷൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ എടുത്ത വേസ്റ്റ് ഇടാനൊരു വേസ്റ്റ് ബിന്നില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ആ വേസ്റ്റ് ഒരാൾ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേസ്റ്റ് കൊണ്ടിടാൻ പറ്റില്ല. അപ്പം ഇത് രണ്ടും റെഡിയായി പോകണമെന്നാണ് ഞങ്ങൾക്ക് ലീഫിന്ന് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ മൈൻഡ് മാറണം, അവിടെ സിസ്റ്റവും വരണം. അപ്പോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരുവിധം ഇങ്ങനെയുള്ളവർക്കെങ്കിലും ഗുണമുണ്ട്. ഒരു 50% കഴിഞ്ഞു. ഇനി ബാക്കി 50% അത് ഞങ്ങൾ നോക്കിയിട്ട് എൽഡേഴ്സ് പീപ്പിളിൽ ഭയങ്കര പാടാണ് ചെയ്തെടുക്കാൻ. എന്ന് വെച്ചാൽ അവർ ലിറ്ററലി പണ്ട് മുതലേ ഇങ്ങനെ തന്നെ മുട്ടായി കഴിച്ച് വേസ്റ്റിംഗ് ഇടുക, അങ്ങനെ തന്നെ റെഡിയായിട്ട് വന്നിട്ടുള്ളത്. ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി 8:05 യുവവാണിയിൽ.
ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലീഫ് എന്ന സംഘടനയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഒപ്പം ഫെറിൻ. ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി 8:05 യുവവാണിയിൽ. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 9475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.